ഹലോ, ഇന്ന് നമ്മൾ കാട വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാട കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ വീട്ടിൽ കാട കുഞ്ഞുങ്ങൾക്ക് വെല്ലുവിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇറക്കുന്ന മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് അപ്പുറത്തായിട്ട് നമുക്കത് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ ബ്രൂഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് അറുക്കപ്പൊടി കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ പാട്ടിൽ തന്നെ ഒന്നുകൂടെ ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എങ്കിലും നമ്മൾ കൊർസോളിന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കൊർസോളിന് 1 ലിറ്റർ വെള്ളത്തിൽ 10 ml 5 ml ചേർത്ത് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഇൻഫെക്ഷൻ, അണുബാധകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ല രീതിക്ക് സഹായിക്കുന്ന ഒന്നാണ് കൊർസോൾ. നമ്മൾ ചെറുതായിട്ടൊന്ന് തൂത്ത് വാരിയിട്ട് പേപ്പർ ഷീറ്റ് വിരിച്ചിട്ടാണ് ബ്രൂഡിങ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൂഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൊർസോളിന് തളിക്കാം. ഇത് സ്പ്രേ ചെയ്യാനായിട്ട് 1 ലിറ്ററിൽ 5 ml 10 ml ആണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുക്കുകയാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 10-14 ദിവസം വരെ അണുബാധകളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഈ ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൂട്ടിൽ കിടക്കുന്ന കാടയുടെ ദേഹത്ത് വീണാലോ കാടയുടെ തീറ്റ പത്രത്തിൽ വീണാലോ തീറ്റയിൽ വീണാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാധനമില്ല. ഇത് നമ്മൾ കാടകളെ നിർത്തിക്കണം. ഇപ്പോൾ അണുബാധയേറ്റ കാടകളുടെ മേത്ത് സ്പ്രേ ചെയ്യാം. അതുകൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. ഇത് കണ്ടോ, ബ്രൂഡിങ്ങിൽ ആദ്യം നമ്മൾ പേപ്പർ വിരിച്ചിട്ടാണ് അതിലാണ് കുഞ്ഞുങ്ങളെ ഇടുന്നത്. അതിൻ്റെ തീറ്റ പരിചയപ്പെടാനും പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ പേപ്പർ ഷീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുത്ത് മാറ്റാനൊക്കെ അതിൻ്റെ കാഷ്ടമൊക്കെ പറ്റിക്കുന്ന പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ പേപ്പർ ഇടാനൊക്കെ ശ്രമിക്കും. അങ്ങനെ 1-2 ആഴ്ചത്തേക്ക് നമ്മൾ ഒരാഴ്ച മാക്സിമം 1-2 ആഴ്ച പേപ്പറിൽ തന്നെ കുഞ്ഞുങ്ങളെ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പേപ്പർ വിരിക്കണം. പേപ്പർ വിരിക്കുമ്പോഴത്തേക്ക് പേപ്പറൊന്ന് ചുരുക്കിയതിന് ശേഷം ഇടുക. അപ്പോൾ ഈ പുതിയ കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാല് സ്ലിപ്പാകാതിരിക്കുകയും സ്ലിപ്പാകുന്നവർ അതിൻ്റെ കാല് വൈഡായി പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അതിന് ചുരുക്കിയിട്ടിടുക. അത് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലൊക്കെ വൈഡായി പോകാൻ സാധ്യതയുണ്ട്. അടുത്തായി നമ്മൾ കാടയ്ക്ക് വേണ്ട ചൂടിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്ങാണ്. അപ്പോൾ നമ്മൾ ഫിലമെൻറ്റ് ബൾബാണ് ഉപയോഗിക്കുന്നത്. ഒരു കുഞ്ഞിന് 1 വാട്ട് എന്ന കണക്കിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചൂടിനനുസരിച്ചിട്ട് നമുക്കിത് ബൾബ് വ്യത്യാസപ്പെടുത്തുക. അതുപോലെ തന്നെ ചൂടിനനുസരിച്ചിട്ട് നമ്മൾ താത്തിയും പൊക്കിയൊക്കെ ഈ ബൾബ് ഇട്ടിരിക്കുന്നത്. ഞാനിതൊരു പഴയൊരു ഡിഷ് ഉപയോഗിച്ചിട്ടാണ് ബ്രൂഡിങ്ങിന് ഹീറ്റ് കൊടുക്കാനായിട്ട് ബൾബ് ഇടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൾബ് ഇടാം.
ഹൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഹൈറ്റ് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്തിടാൻ പറ്റും. ഹൈറ്റ് ഇങ്ങനെ കൂട്ടണമെങ്കിൽ ഇതുപോലെ പൊക്കി നിർത്താം. ഇനി നമുക്ക് അടുത്ത ചിക്ക് ഗാർഡ് സെറ്റ് ചെയ്യാം. റൂഡർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രധാനമായിട്ട് അതിൻ്റെ ഗാർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റൂഡറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സൺപാക്ക് ഷീറ്റാണ്. ഇത് 4 അടി വീതി 8 അടി നീളം ഉള്ള ഷീറ്റിനൊക്കെ 200 രൂപയുള്ളൂ. അപ്പോൾ അത് മേടിച്ച് നമ്മൾ 1.5 അടി ഹൈറ്റിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഷീറ്റാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഗാർഡായിട്ട് വെക്കുന്നത്. എപ്പോഴും റൗണ്ട് ഷേപ്പിലായിരിക്കണം റൂഡർ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കോർണർ വരും. ഇപ്പോൾ കോർണർ വരുന്ന സമയങ്ങളിൽ നമ്മൾ ചൂടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ബൾബ് ഓഫാക്കുകയും അതുപോലെ ചൂടില്ലാതെ വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ കൂട്ടം കൂടും. കോർണറിൽ കൂട്ടം കൂടുമ്പോഴത്തേക്ക് ഏറ്റവും കോർണറിലായിട്ടിരിക്കുന്ന 1-2 കുഞ്ഞുങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കോർണറുകളിലൊക്കെ കാട് കുഞ്ഞുങ്ങൾ ചത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ എപ്പോഴും ബ്രൂഡർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടാം. അപ്പോൾ കുഞ്ഞുങ്ങളെ എടുക്കുന്ന മുമ്പായിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ ഓഫ് ആക്കണം. അപ്പോൾ ഈ ഇൻക്യുബേറ്റർ ഓഫാക്കിയില്ലെങ്കിൽ ഇതിനകത്ത് ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ ഫാനിൽ നിന്ന് നമ്മൾ പൊടിയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തേക്ക് വ്യാപിക്കും. കട്ട് ചെയ്യണ്ട.
ആദ്യം ബ്രൂഡറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളപാത്രത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്, നനഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്വേറിയത്തിലേക്ക് ഉപയോഗിക്കുന്ന ഇത്തരം കല്ലുകൾ ആണ് നമ്മൾ ഇറങ്ങാതിരിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മുങ്ങിപ്പോകത്തില്ല കുഞ്ഞുങ്ങൾ. വെള്ളം കുറച്ച് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കും. അതായത് തണുത്ത വെള്ളം, അധികം തണുത്ത വെള്ളം നമ്മൾ കൊടുക്കാറില്ല. ഇങ്ങനെ ഈ പാത്രത്തിന് ഗ്യാപ്പ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളിതുപോലെ കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാടകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ലെയർ സ്റ്റാർട്ടർ ഒന്ന് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഏകദേശം ഈ വലുപ്പത്തിൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ആദ്യം 1-2 ആഴ്ച നമ്മൾ പൊടിച്ച് തന്നെ കൊടുക്കണം. ആദ്യം തീറ്റ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എതറി ഇട്ട് കൊടുത്താൽ മതി. അവിടെ ഇവിടെ ആയിട്ടൊക്കെ എതറിയിട്ട് അത് തീറ്റ തിന്ന് ശീലമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാടവളർത്തലെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.